ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ തന്നെ ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇതിന് വേണ്ടി 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ചൊന്ന് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്നും കൂടി കുഴച്ചെടുത്ത് കുറച്ച് സമയം മൂടി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഫില്ലിങ് ഉണ്ടാക്കാം. ഇനി 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ചതച്ചിട്ട് കൊടുക്കാം. ഇതൊന്ന് ചെറുതായി വഴറ്റിയെടുക്കാം. ഒരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി 2 ചെറിയ സവാള ചെറുതായി മുറിച്ചെടുത്ത് ഇതും കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇത്ര ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ച സ്മെല്ല് പോയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കാം. 2 തക്കാളി മുറിച്ചതാണ്. ഇതും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ബീഫ് വേവിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് വേവിച്ചെടുത്തതാണ്. ഇത് മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇനി കുഴച്ച് വെച്ച മാവ് എടുത്തൊന്നും കൂടി കുഴച്ചെടുക്കാം. ഇത് കുഴച്ചതിന് ശേഷം ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇനി ഇതിൽ നിന്ന് ഓരോ ഉരുളകളെടുത്ത് ഒന്ന് പരത്തിയെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തേച്ചെടുക്കാം. ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊടിയും കൂടി വെതറി കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മടക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ എണ്ണ തേച്ചെടുക്കാം. ഇനി അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് ഒന്നുകൂടി മടക്കിയെടുക്കാം. ഇതുപോലെ ആക്കി വെക്കാം. ഇനി എല്ലാം ഇതുപോലെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. ഇതിലോട്ട് ഇനി ഫില്ലിങ് വെച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഈ ഷേപ്പിലാണ് മടക്കിയെടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ മടക്കിയെടുക്കാം. ഇത് ഞാൻ സമൂസ ഷേപ്പിലാണ് മടക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് പൊരിച്ചെടുക്കാം. ഇതെല്ലാം മറിച്ചിട്ടെടുക്കാം. ഇങ്ങനെ 2 വശം വേവിച്ചെടുക്കാം. എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്.